കേരളത്തിലെ ഹൗസ് സർവീസ് സ്റ്റാഫ്, മറ്റ് പ്രമുഖ വ്യക്തികളെ, ഇന്ന് ഈ മഹത്തായ സംഘം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ IMA സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീദാസനാണ്. IMA എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അത് ഡോക്ടർമാരുടെ ഏറ്റവും ഒരു കരുത്തുറ്റ സംഘടനയാണ്. ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന ഡോക്ടർമാർ അംഗങ്ങളായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തും ഏറ്റവും മഹത്വമായ ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്, നാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ്. അതിൻ്റെ സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മുടേത് ട്രിവാൻഡ്രത്തും മറ്റ് 34 ഹെഡ്ക്വാർട്ടേഴ്സുകൾ വരെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേരള സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് ഡോക്ടർ ശ്രീദാസൻ സാർ. അദ്ദേഹം കഴിഞ്ഞ 40-45 വർഷത്തോളമായി പറവൂരിൽ ഒരു പൾമണോളജിസ്റ്റായിട്ട്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ സ്പെഷ്യലിസ്റ്റായിട്ട് വിദഗ്ധ സേവനം അനുഷ്ഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിദഗ്ധമായ ഈ ആതുര ശുശ്രൂഷ രംഗത്തോടൊപ്പം തന്നെ അദ്ദേഹം സംഘടനാ രംഗത്ത്, അതായത് IMAയുടെ പ്രവർത്തന മേഖലയിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി വളരെ കരുത്തുറ്റ രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം IMAയുടെ തന്നെ ഏതാണ്ട് എല്ലാ മേഖലകളിലും, IMAയുടെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ നാഷണൽ കമ്മിറ്റി അംഗം വരെയുള്ള എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് പരിചയ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ്. അതുകൂടാതെ തന്നെ അദ്ദേഹം നല്ലൊരു സാഹിത്യകാരനാണ്. അദ്ദേഹം ഒരുപാട് എഴുതും, കവിതകളും കഥകളും എഴുതും, ഒരുപാട് മാഗസിൻസിലൊക്കെ എഡിറ്റോറിയൽ എഴുതും. അതുപോലെ IMAയുടെ തന്നെ മാഗസിൻ ഒരു ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതും. ആ മാഗസിൻ ഞാനിവിടെ കാണിക്കാൻ കാരണം, ഇവിടെ വിദ്യാർത്ഥികളായ ഈ മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ആ മാഗസിൻ അവരൊന്ന് കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഈ മാസത്തിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം എപ്പോഴും സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ഹോസ്പിറ്റൽസിൻ്റെ ഒരു വക്താവാണ്. നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും അത്യാവശ്യം കോർപ്പറേറ്റ് മേഖലയല്ല, സാധാരണക്കാർക്ക് സമീപിക്കാവുന്ന ചിലവ് കുറഞ്ഞ സാധാരണക്കാരെ സംരക്ഷിക്കുന്ന സ്മോൾ ആൻഡ് മീഡിയം ടൈപ്പ് ഹോസ്പിറ്റൽസിന് വേണ്ടി പടപൊരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ കഴിഞ്ഞ നാഷണൽ കോൺഫറൻസ് ഹൈദരാബാദിൽ വെച്ചും അദ്ദേഹം ഈ സ്മോൾ ആൻഡ് മീഡിയം സൈസ് ഹോസ്പിറ്റലിനെ പുനരുജ്ജീവിപ്പിക്കണമെന്നും അതുപോലെ തന്നെ ഫാമിലി ഫിസിഷ്യൻ സമ്പ്രദായം, അതായത് കുടുംബ ഡോക്ടർ സമ്പ്രദായം കൂടുതൽ കരുത്തുറ്റതാക്കണമെന്നെല്ലാം അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങൾ ആദ്യമായി പരിചയപ്പെടുത്തുകയാണ്. അടുത്തതായി ഡോക്ടർ അലക്സാണ്ടർ ജോൺ MD. അലക്സാണ്ടർ ജോൺ സാറിനെ ഞാൻ ഇവിടെ ഈ വേദിയിൽ കാര്യമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും സാർ സ്ഥിര സാന്നിധ്യമാണ്. ഈ സെൻറ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുകയും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട പിന്തുണയും നമുക്ക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഡോക്ടർ അലക്സാണ്ടർ ജോൺ സാറ്. സാർ വെല്ലൂർ CMC മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിച്ചിരുന്നു, അമൃത മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിക്കുന്നത്. സാറിനെ ഞാൻ ഇതിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ മധു വരാമെന്ന് ഏറ്റിരുന്നെങ്കിലും എത്തിയിട്ടില്ല. ഡോക്ടർ സഗീർ എത്തിയിട്ടില്ല. ഡോക്ടർ സഗീർ നിങ്ങൾക്ക് എല്ലാം അറിയാം, പള്ളിപ്പുറത്തുകാരനാണ്. അപ്പോൾ ഡോക്ടർ സഗീറിനെ ശരിക്കും പള്ളിപ്പുറത്ത് ഞാൻ പരിചയപ്പെടുത്താൻ ഒരു ആവശ്യമില്ല. കാരണം അദ്ദേഹം QPMBയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. കൂടാതെ അതുപോലെ തന്നെ IMAയിലും QPMB എന്നുള്ള ഡോക്ടർമാരുടെ സംഘടനയിലൊക്കെ സജീവ സാന്നിധ്യമാണ്. പള്ളിപ്പുറത്ത് നിന്ന് ആര് മൂത്ത് അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ ചെന്നാലും സ്വന്തം കുടുംബത്തിൽ നിന്നൊരാൾ അവിടെ എത്തിയ മാതിരി അവരെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന അത്രയേറെ ആത്മാർത്ഥമായിട്ട് ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. സിപ്പി സാറിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു സാഹസമാണ്. പള്ളിപ്പുറം എന്ന സ്ഥലം തന്നെ അറിയപ്പെടുന്നത്, പല സ്ഥലത്തും നമ്മൾ പള്ളിപ്പുറത്ത് നിന്നാണെന്ന് പറയുമ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, അപ്പോൾ സിപ്പി സാറിന് അറിയുമെന്ന് ചോദിക്കും. അപ്പോൾ അത്രയേറെ പരിചിതനായ, അത്രയേറെ പ്രസിദ്ധനായ ഒരാളെ ഞാൻ പരിചയപ്പെടുന്ന ഒരു കാര്യമില്ല. ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സാറിന് ഇപ്പോൾ നാഷണൽ അധ്യാപകനുള്ള നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പ്രശസ്ത ബാലസാഹിത്യത്തിനുള്ള നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഉപരി പലപ്പോഴും ഞാൻ സാറിനെ വീട്ടിൽ ചെല്ലുമ്പോൾ സാർ ഈ ഗ്രന്ഥരചനയിൽ മുഴുവനാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇപ്പോൾ ഏകദേശം 225 പരം
പുസ്തകം സാർ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും സാറ് വളരെ ശുഷ്കാന്തിയോട് പുസ്തകരചനയിൽ നിർവഹിക്കുകയാണ്. അപ്പോൾ ഒരു ആമുഖം ആവശ്യമില്ലാത്ത സിറ്റു സാറിനെ ഞാൻ ഇതിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ അജു പോൾ സാറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ എല്ലാ പരിപാടികളിലും നിരന്തരം ഇവിടെ പങ്കെടുക്കുകയും ഇവിടുത്തെ ഫീൽഡ് വിസിറ്റ്, ഇവിടുത്തെ ക്യാമ്പുകൾ, അംഗൻവാടി വിസിറ്റ്, അങ്ങനെ ഈ മേഖലയിൽ അദ്ദേഹം അറിയപ്പെടുന്ന വ്യക്തിയാണ്. കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. പിന്നെ ഇതിൻ്റെ AMO കൂടിയാണ്, ഈ റൂറൽ സെൻറ്ററിൻ്റെ AMO കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഇതിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി IMA സ്റ്റേറ്റ് പ്രസിഡന്റ് K. ശ്രീദാസൻ സാറിനെ ക്ഷണിക്കുന്നു.